ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പിതാവ് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ തരാമെന്നുള്ള വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിനെ തരും. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, നിത്യജീവൻ നമുക്ക് ലഭിക്കും. 2, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. 3,
നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചിന്തിച്ചു, ചില കാര്യങ്ങൾ ചിന്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യത്തിൽ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കണം, ദാഹിക്കണം. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനുള്ളതായ ദാഹം ഉണ്ടെങ്കിൽ ദാഹിക്കുക, പരിശുദ്ധാത്മാവിനെ കിട്ടും. വിശ്വസിച്ചാൽ, വചനം വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു താൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നാം ആത്മാവിനെ വിശ്വസിക്കുക, ആ കാര്യം വിശദമായിട്ട് പറഞ്ഞതാണല്ലോ. രണ്ട്, ആത്മാവിന് വേണ്ടി ദാഹിക്കുക. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയും, വരിക എന്ന് ആത്മാവ് മണവാട്ടിയും പറയട്ടെ, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹമുള്ളവൻ വരട്ടെ. ദാഹിച്ചു വന്നാൽ, ആഗ്രഹത്തോട് വന്നാൽ, അത്യാർത്ഥിയോട് വന്നാൽ ലഭിക്കും. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സൗജന്യമായി ലഭിക്കും. പരിശുദ്ധാത്മാവും ദാനം സൗജന്യമായി തരുന്നതാണ്. ദാനമാണത്. അത് നാം അധ്വാനത്തിന് എഴുതിയെടുക്കുന്നതല്ല, ദൈവം തരും ദാനമാണ്. ദാനം സ്വീകരിക്കാൻ നാം യോഗ്യരായി തീരണം, അത്രയേ ഉള്ളൂ. ദാനം സ്വീകരിപ്പാൻ ഒന്ന് ആത്മാവിനെ നാം വിശ്വസിക്കണം. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും ജയിക്കുകയില്ല, ഒരു ഘട്ടത്തും ജയിക്കുകയില്ല. വിശ്വാസം വേണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്ന് പറയുമ്പോൾ യാക്കോബ് പറയും, പിശാചുക്കൾക്കും വിശ്വാസമുണ്ട്. യാക്കോബ് പുസ്തകം 2-ാമത്തെ അധ്യായം എടുത്തെടുക്കൂ. പിശാചുക്കൾക്കും വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, ദൈവം സർവ്വശക്തനാണെന്ന് വിശ്വാസമുണ്ട്, അവർ ദൈവത്തെ പേടിക്കുന്നുമുണ്ട്. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തെ കാര്യം പേടിച്ച് വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പിശാചുക്കൾക്കും വിശ്വാസമുണ്ട്. ദൈവം സർവശക്തനാണെന്നറിയാം, ദൈവം സർവ്വ അധികാരിയാണെന്നറിയാം, ദൈവം സർവ്വജഗ നിയന്താവാണെന്നറിയാം. പിശാചുക്കൾ ദൈവത്തെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാകൃത രൂപത്തിൽ നമ്മളെല്ലാവർക്കും ഉണ്ട്. പക്ഷേ സാക്ഷാത്തായ വിശ്വാസം എന്താണ്? ശരിയായ വിശ്വാസം എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കേണ്ടത് ലളിതമായി നാം മനസ്സിലാക്കൂ. വളരെ ലളിതം. യേശു ക്രിസ്തു നിത്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം ആരാണെന്ന് മനുഷ്യർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആരാണ് ഈ ദൈവം? അദൃശ്യനായ ദൈവം, അരൂപിയായ ദൈവം, ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം, നിത്യ തേജോമയനായ ദൈവം, മഹത്വപൂർണനായ ദൈവം. ഈ ദൈവം ആര്? ആർക്കും അറിഞ്ഞുകൂടാ, മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സാക്ഷാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് കാണിക്കാൻ, ദൈവം ആരാണെന്ന് കാണിക്കാനും ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ശ്രദ്ധിക്കണേ, ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ദൈവം ആരാണ്? പഴയ വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ദൈവം ക്രൂരനാണെന്ന് തോന്നും, ദൈവം കഠിനാണെന്ന് തോന്നും, ഒരു പാവം കണ്ടാൽ ഉടനെ ശിക്ഷിക്കുന്നു, ദൈവം കോപിക്കുന്നു. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു വികലമായ ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്, തെറ്റായ ചിത്രം. എന്നാൽ സാക്ഷാൽ ദൈവം ആരാണ് എന്ന് യേശു ക്രിസ്തുവിൽ കൂടെ നിത്യനായ ദൈവം വെളിപ്പെടുത്തി. ദൈവം തന്നെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്നു. നമ്മൾ സാധാരണക്കാരായ മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, തന്നെ വെളിപ്പെടുത്തി. ഞാൻ ആരാണ്? ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തി. ദൈവം പാപത്തെ നോക്കി കോപിക്കുന്നവരാണെങ്കിലും പാവിയെ നോക്കി സ്നേഹിക്കുന്നവരാണെന്ന് മനസ്സിലായി. മനസ്സിലാക്കണേ, ദൈവം പാവത്തെ നോക്കി കോപിക്കും, പക്ഷേ പാവിയെ നോക്കി സ്നേഹിക്കും. ഇതാണ് ദൈവം. അത് കാണിച്ചു തന്നു. എവിടെ വേദനയുണ്ടോ അവിടെ വേദനയെ ആറ്റി അകറ്റും ഈ ദൈവം. അത് കാണിച്ചു തന്നു. എവിടെ ദുരിതവും ദുഃഖവും ഉണ്ടോ അവിടെ ഓടി അണയും ദൈവം. അത് കാണിച്ചു തന്നു. കർത്താവായ യേശു ക്രിസ്തു
ഈ ഭൂമിയിൽ 33.5 കൊല്ലം സഞ്ചരിച്ചതിൽ 3.5 കൊല്ലമേ പരിശുശ്രൂഷ ചെയ്തുള്ളൂ. ആ പരിശുശ്രൂഷയുടെ നാളുകളിൽ എവിടെയെല്ലാം യാതനയുണ്ടോ, ദുരിതമുണ്ടോ, വേദനയുണ്ടോ, രോഗമുണ്ടോ, അവലാതിയുണ്ടോ, അവിടെയെല്ലാം ഓടിച്ചെന്നു. വിശന്ന് വലയുന്നവർക്ക് ആഹാരം കൊടുത്തു, ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുത്തു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുള്ള ആളുകൾക്ക് അധ്വാനം മാറ്റി സമാധാനം കൊടുത്തു, സമാധാനത്തിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ശോഭനത നൽകി കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാം നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തി. അതാണ് കർത്താവായ യേശു ക്രിസ്തു, ദൈവം തന്നെ. പക്ഷേ മനുഷ്യർ കാണണ്ടേ, മനുഷ്യർ മനസ്സിലാക്കണ്ടേ, അതിനുവേണ്ടി ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മനുഷ്യത്തിൻ്റെ പാപം മുഴുവൻ വഹിച്ചു, ക്രൂശിക്കപ്പെട്ടു. കർത്താവ് പോകുന്നതിന് പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥന് നിങ്ങൾക്ക് അയച്ചു തരും, അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും കാര്യസ്ഥൻ ഈ ഭൂമിയിലേക്ക് വന്നു, പരിശുദ്ധാത്മാവ് വന്നു. തൃത്വം ഏകോപിക്കുകയാണ്. നിത്യനായ ദൈവം കർത്താവ് യേശുക്രിസ്തുവിൽ കൂടി തന്നെ വെളിപ്പെടുത്തി. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ? തന്നെ നിബിയന്മാരിൽ കൂടെയും സ്ലീഹന്മാരിൽ കൂടെയും സംസാരിക്കുന്നു. നിബിയന്മാർ പ്രവാചകന്മാരിൽ കൂടെയും സ്ലീഹന്മാരിൽ കൂടെയും സംസാരിക്കുന്നു. അങ്ങനെ നിത്യനായ ദൈവം ക്രിസ്തുവിൽ കൂട്ടി തന്നെ വെളിപ്പെടുത്തി. മനുഷ്യർക്ക് അടുക്കാവുന്നതാണ് ദൈവം എന്ന് കാണിച്ചു തന്നു. ആർക്കും അടുത്ത് എല്ലാവുന്നതിനാണ് ദൈവം എന്ന് മനസ്സിലാക്കി തന്നു. ദൈവം തേജോരൂപിയാണ്, അടുക്കാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനാണ്. മാലാഖമാർ വിറകിലൂടെ ആരാധിക്കുന്നതിനാണ്. ദൈവത്തിന് രൂപമില്ല, ആകൃതിയില്ല, ഒരു പരിമിതിയില്ല. അനന്തമോഹനമായ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ സർവാണ്ട കടാഹത്തിൽ എല്ലായിടത്തും നിൽക്കുന്ന, എല്ലായിടത്തും വിളങ്ങുന്ന നിത്യനായ ദൈവം മനുഷ്യനെ എത്തിപ്പെടാൻ സാധ്യമല്ല, ആർക്കും കാണാൻ സാധ്യമല്ല. മോശ പോലും കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ആഘോഷമേ കേട്ടുള്ളൂ, ശബ്ദമേ കേട്ടുള്ളൂ, ശബ്ദഘോഷമാണ് കേട്ടത്. മോശ ആഗ്രഹിച്ചു എനിക്കിത് കാണണമെന്ന്, സമ്മതിച്ചില്ല. കണ്ടാൽ നീ എന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അതാ പറഞ്ഞത്, നീ എന്നെ കണ്ടാൽ പിന്നെ നീ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, നീ കരിഞ്ഞു പോകും, കത്തിപ്പോകും. അത് നിത്യ തേജസ്സാണ്. മോശ പോലും ആഗ്രഹിച്ചിട്ടും കിട്ടാത്തതായ ആ ദൈവ തേജസ് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഇവിടെ നിന്ന് ക്രൂശിൽ മരിച്ച് കടന്നു പോകുമ്പോൾ പറഞ്ഞു, സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ കാര്യസ്ഥൻ നിങ്ങൾക്ക് അയച്ചു തരാം, അവൻ വന്ന് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് ഇന്ന് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫോളോ, നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നു. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നു? ദിവ്യന്മാരിൽ കൂടെയും സ്നേഹിമാരിൽ കൂടെയും സംസാരിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്നു. പ്രവാചകന്മാരിൽ കൂടെയും സ്നേഹിമാരിൽ കൂടെയും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കൂടെയും ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാൻ ലളിതമാണ്. ഇത് വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിത്യനായ ദൈവം, ഒരു പരിധിക്കുള്ളിൽ, കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങിയ നിത്യനായ ദൈവം, BC-യുടെയും AD-യുടെയും മധ്യത്തിൽ ഒതുങ്ങി നിന്നനായ നിത്യനായ ദൈവം, ആകാശത്തിനും ഭൂമിക്ക് മധ്യത്തിൽ തിളങ്ങി നിന്ന കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. പാപികളുടെയിൽ പ്രവർത്തിച്ച നിത്യനായ ദൈവം, എവിടെ അവശതയുണ്ടോ അവിടെ ഓടിയെത്തിയ നിത്യനായ ദൈവം, ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ശാരീരികമായി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. എന്നാൽ പറഞ്ഞു, ഞാൻ ആത്മാവിനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു. ആത്മാവ് ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നുവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ. ഈ ആത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ടാണ് അന്തിക്രിസ്തു വെളിപ്പെടാത്തത്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എതിർ ക്രിസ്തു വരാതെ പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു തടുത്തുകൊണ്ടിരിക്കുന്നു? പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നുവെന്ന് ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. വാഗ്ദത്തമുണ്ട്, കർത്താവ് വീണ്ടും വരും എന്നുള്ള വാഗ്ദത്തമുണ്ട്, അത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പക്ഷേ
ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവ് വീണ്ടും വരും. വീണ്ടും വരുന്നത് വരെയും കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മ ചെയ്യുന്ന പ്രവൃത്തിയാണ്. യേശുക്രിസ്തു വീണ്ടും വരുന്നവരെയും സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ മത്തായ സഭയെന്നല്ല, വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മണവാട്ടി സഭയെ ക്രിസ്തുവിൻ്റെ അരുമോളനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനു മുമ്പ് നാം ചിന്തിച്ചിട്ടുണ്ട്. റിബേക്ക വസ്ത്രാഭരണങ്ങളാൽ അലങ്കൃതയായി വിഭൂഷിതയായി ഇസാക്കിൻ്റെ അടുക്കിലേക്ക് പോയതുപോലെ, ഏലിയാസ റിബേക്കയെ കൂട്ടിക്കൊണ്ട് പോയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ നിത്യരാജാധിരാജനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആലങ്കാരിക ഭാഷയിലാണ് ചില കാര്യങ്ങളെല്ലാം പറയുന്നെങ്കിലും അതെല്ലാം വളരെ അർത്ഥവത്താണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? നിവ്യന്മാരുടെ സ്നേഹിന്മാരുടെ നകൽ കൂടി നിത്യനായ ദൈവം സംസാരിച്ചുകൊണ്ട് സഭയെ ഒരുക്കുന്നു. സ്തോത്രം. നിത്യനായ ദൈവം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അബ്രഹാം പിതാവ് ഏലിയാസാറിനെ ഹാരാനിലേക്ക് അയച്ചതുപോലെ നിത്യനായ ദൈവം തനിക്ക് ഒരു മണവാട്ടി സഭയെ ഒരുക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഒരുങ്ങിയോ? എന്നെ ഒരുക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്തോ? വിശ്വാസമില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. ഞാൻ ഒരുങ്ങിയോ? ഞാൻ ഒരുങ്ങണം. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഒരുങ്ങാൻ പറ്റൂ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്നും ക്രിസ്തുവിൻ്റെ ആ തേജസ്സേറിയ മണവറയിലെ പോകാൻ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം കേവലം വാക്ജാലം മാത്രമായിരിക്കും. വാക്കുകൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കും, പ്രയോജനം ഉണ്ടാവില്ല. അവിടെ വിശ്വാസം ആദ്യം വേണ്ടത്. നിത്യനായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രൻപുരാനായ കർത്താവായ ക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസം വെറുതെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ പറ്റില്ലോ. വിശ്വസിക്കുന്നുവെങ്കിൽ അനുസരിക്കും. സ്തോത്രം. അതാണ്, അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അനുസരിക്കും. അവിടെ ചോദ്യമില്ല, അവിടെ സംശയമില്ല. സമ്പൂർണ്ണമായി അനുസരിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ട് യാതൊരു സംശയ ലാഞ്ചനയുമില്ലാതെ, അല്പം പോലും സംശയത്തിന് ലേശമില്ലാതെ പൂർണ്ണമായി അങ്ങ് അനുസരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കനാന്യ സ്ത്രീ, സൊറഫോയിക്ക ജാതിയിലുള്ള ആ സ്ത്രീ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. കർത്താവ് ആദ്യം ഗൗനിച്ചില്ല. എന്തുകൂടെ ആയിരിക്കാം? അവളുടെ വിശ്വാസം തെളിയിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം തെളിയണം, എങ്കിലേ അവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. കർത്താവേ, എൻ്റെ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു പറഞ്ഞ് പാവം കഴിഞ്ഞുകൊണ്ട് വരുന്നു. ഭൂതോദരം കഠിനമായിരിക്കുന്നു. കർത്താവ് അവിടെ നേരെ നോക്കിയ പോലും ഇല്ല. അത് നടന്നു പോകുന്നു. ശിഷ്യന്മാർക്ക് തോന്നി, ഇതെന്തോ കർത്താവ്, എന്താ ഇങ്ങനെ ഒരു അവഗണന അവളോട്, ഈ ശല്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, അവളെ പറഞ്ഞു വിടാൻ മതിയായിരുന്നു. അതാണ് കർത്താവ്, ഇവൾ എത്ര നേരമായി ഇങ്ങനെ പറയാൻ വരുന്നു, അവളെ പറഞ്ഞു വിട്. കർത്താവ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളിലേക്കാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പുറജാതികൾക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നതെന്ന് കേട്ടാൽ പിന്നെ അവിടെ നിൽക്കണമെന്ന് തോന്നുന്നില്ല, പ്രതീക്ഷയില്ലല്ലോ. പക്ഷെ അവൾ മുന്നോട്ട് വന്നു. കർത്താവേ, കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു. നിരാശാകരമായി തോന്നാവുന്ന വാക്കുകൾ കേട്ടെങ്കിൽ അവൾ നിരാശപ്പെട്ടില്ല. അവൾ ആവശ്യക്കാരിയാണ്. അവൾ മുന്നോട്ട് വന്നു. കർത്താവേ, കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. അവളൊരു നായായിട്ടും അവളുടെ മോളെ ഒരു നായ്ക്കുട്ടിയായിട്ടും കർത്താവ് കാണിച്ചു എന്ന് പറഞ്ഞാൽ എത്രയും ലജ്ജാകരമായ കാര്യമല്ലേ. പ്രതീക്ഷയ്ക്ക് വകയില്ല, മാറിയേക്കാം. ഇല്ല, മാറിയില്ല. അവളിപ്പോൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഒന്നുകൂടി ആവശ്യബോധം വരികയാണ്. കർത്താവേ, ഒന്ന് പറഞ്ഞോട്ടെ, നായ്ക്കുട്ടികളും മേശയ്ക്ക് എഴുതുന്ന ഉള്ള അപ്പനുറുക്കുകൾ തിന്ന്, മക്കൾ തിന്നതിൻ്റെ ഉച്ഛിഷ്ടം തിന്ന് ജീവിക്കുന്നവരാണല്ലോ നായ്ക്കുട്ടികളും. എനിക്ക് ഭക്ഷണം വേണ്ട, മക്കളുടെ അപ്പത്തിൻ്റെ അംശം എച്ചിൽ താഴെ വീഴുന്നത് തന്നാൽ മതി. നായ്ക്കുട്ടികളും മേശയ്ക്ക് എഴുതുന്ന അപ്പനുറുക്കൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ. കർത്താവ് അവിടെ നേരെ നോക്കി, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്,
നിൻ്റെ ആഗ്രഹം പോലും ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം ദൈവം അത് തെളിയിക്കുകയാണ്, അവളുടെ വിശ്വാസം തെളിയിക്കുകയാണ്. കൂടെ നമുക്ക് ശിഷ്യന്മാർക്കും മനസ്സിലാകണം, ജനങ്ങൾക്ക് മനസ്സിലാകണം, അവൾക്ക് മനസ്സിലാകണം. വിശ്വാസം, നിൻ്റെ വിശ്വാസം വലിയത്. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്തും ഒരു രക്ഷയും കിട്ടുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക, ദാഹിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. 3 കാര്യങ്ങൾ. ആത്മാവിന് വേണ്ടി ദാഹിക്കുക, ആത്മാവിനെ വിശ്വസിക്കുക, ആത്മാവിനെ അനുസരിക്കുക. പോരാ, അതുകൊണ്ട് കഴിയില്ല. 4ാമത്തെ കാര്യമാണ്, അതും ചിന്തിച്ചതാണ്, ഓർമ്മയുണ്ടോ? ദോഷികളായി നിങ്ങൾ, ലൂക്കോസ് 14 അധ്യായം, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയും കൊടുക്കും. ലൂക്കോസ് 14 അധ്യായത്തിലെ ലാസ്റ്റ് പോർഷൻ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങൾ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ കൊടുക്കുകയെന്ന് പറയുന്നത്. യാചിക്കുന്നവർക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. യാചിക്കണം, ആവശ്യക്കാരനായി യാചിക്കണം, അത്യാവശ്യക്കാരനായി യാചിക്കണം. തന്നേ പറ്റൂ എന്ന് യാചിച്ചുകൊണ്ടേ നിൽക്കണം. തരില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു മടുപ്പും കൂടാതെ യാചിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എറിഹോവിൻ്റെ ജനത്തിരക്കുള്ള തെരുവീതിയിൽ ആളുകൾ ഇങ്ങനെ ധാരാളം പേര് പോകുന്ന തെരുവീതിയിൽ കർത്താവും ശിഷ്യന്മാരും കുറേ ഏറെ ആളുകളോട് നടന്നു വരികയാണ്. കുറച്ചും കാണോ, വലിയൊരു കൂട്ടം. ആ റോഡ് നിറഞ്ഞാണ് പോകുന്നത്. അന്നത്തെ എറിഹോ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പോപ്പുലേഷൻ, ജനത്തിരക്കുള്ള സ്ഥലമാണ്, ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. അപ്പോഴുണ്ട് ഈ കോലാഹലം. ആളുകൾ നടന്നു പോകുന്ന ആളുകൾ, ചിലർ ഉച്ചത്തിൽ സംസാരിക്കുന്നു, ശബ്ദിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് കുരുടൻ വഴിയേരിയിരിക്കുന്നു, ഭർത്തിമായി വഴിയേരിയിരിക്കുകയാണ്. ഒരു കുരുടൻ ഇരിക്കുന്നു. കഥ നിങ്ങൾക്കറിയാമല്ലോ. ആ കുരുടൻ, അവന് ഒന്നും കാണാൻ വയ്യ, ശബ്ദം കേൾക്കാം. ഇതെന്തായി കേൾക്കുന്നത്? എന്താ ഇതെന്തായി കേൾക്കുന്നത്? ആരോ പറഞ്ഞു, അതേ നസറായനായ യേശു കടന്നു പോകുന്നു. യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും കുറേയേറെ ആളുകൾ കടന്നു പോകുന്നു. അതായി ശബ്ദകോലാഹലം. അവൻ അവിടെ നിങ്ങൾ യേശുവേ ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ. ആളുകൾ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. യേശു കടന്നു പോകുന്നു. യേശു എവിടെയോ ഗൗരവമായിട്ട് പോകുന്ന സമയമാണ്. നീ വെറുതെ ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? അവനതൊന്നും കേട്ടില്ല. ആളുകൾ തടഞ്ഞിട്ട് അവൻ നിർത്തിയില്ല. യേശുവേ ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ. അവൻ യാചിച്ചു, പിന്നെയും യാചിച്ചു. യേശു അവിടെ നിന്നു. ആ വലിയ ബഹുജന തിരക്കിൻ്റെ ഇടയിൽ, പുരുഷാരത്തിൻ്റെ ആരവാരത്തിൻ്റെ ഇടയിൽ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആവശ്യക്കാരൻ്റെ ശബ്ദം യേശു തിരിച്ചറിഞ്ഞു. ഒരു വിശ്വാസിയുടെ ശബ്ദം യേശു തിരിച്ചറിഞ്ഞു. യേശു അവൻ വിളിപ്പീൻ പറഞ്ഞു. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. പാവം കണ്ണ് കാഴ്ചയില്ലാത്ത യേശു മുമ്പിൽ നിന്ന് വെറുതെ ഇങ്ങനെ തലപൊക്കി നിൽക്കുക. കാഴ്ചയില്ലല്ലോ പാവം. ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവന് കാഴ്ച പ്രാപിക്കണം. നീ കാഴ്ച പ്രാപിക്കണം. സ്തോത്രം. നിൻ്റെ ആഗ്രഹം ഭവിക്കട്ടെ. സ്തോത്രം. എന്തൊരു അത്ഭുതം. പെട്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നു. കുരുടനായി ഭർത്തിമായി കണ്ണുകാഴ്ചകളായി തീർന്നു. പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന പോലെ ഈ ആശയമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നത്. നിങ്ങൾ വചനം കേൾക്കാൻ വരുമ്പോഴാണ് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. ആത്മക്കണ്ണ് തുറക്കും, അകത്തെ കണ്ണ് തുറക്കും. കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഈ കുരുടന് അവൻ ആവശ്യക്കാരനാണ്, അവനറിയാം. കണ്ണ് കാഴ്ച കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. പരിപക്ഷക്കാരനായിട്ട് ഇരിക്കാവുന്നേ ഉള്ളൂ. വല്ലവരും ഇട്ട് കൊടുത്താൽ കിട്ടും, അതുമാത്രം. അങ്ങനെ ഉപജീവനം കഴിക്കുന്നതിനാണ് പാവം യാചകൻ. ഇപ്പോൾ അവന് വേണ്ടത് 10 പൈസയല്ല, ആളുകൾ കൊടുക്കുന്ന എന്തെങ്കിലും പൈസയോ നാണയത്തൊട്ടുള്ളതല്ല. അവന് വേണ്ടത് കാഴ്ച പ്രാപിക്കണം. കാഴ്ച പ്രാപിക്കണം. ആ കാര്യം, അവൻ്റെ ആവശ്യം യേശുവിനോട് അവൻ ബോധിപ്പിച്ചു. അവൻ്റെ ആഗ്രഹം പോലെ സാധിച്ചു. യാചിക്കണം. 1 വിശ്വസിക്കണം, 2 ദാഹിക്കണം, 3 യാചിക്കണം, 4 അനുസരിക്കണം. സ്തോത്രം. ദൈവത്തിന് ഈ നാമമഹത്വപ്പെടട്ടെ. 4 കാര്യങ്ങൾ പറഞ്ഞു. ആത്മാവിനെ കിട്ടാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 4 കാര്യങ്ങൾ. 1 വിശ്വസിക്കണം, 2 അനുസരിക്കണം, 3 ദാഹിക്കണം, 4 യാചിക്കണം. സ്തോത്രം.
ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നന്ദി നിറഞ്ഞവരായി സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.